ഗുഡ് മോർണിംഗ്. പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ഡോണ. ഉത്തർപ്രദേശിൽ മെഡിക്കൽ കോളേജിലെ നവജാത ശിശുക്കളുടെ വിഭാഗത്തിൽ തീപിടുത്തം, 10 കുഞ്ഞുങ്ങൾക്കു ദാരുണാന്ത്യം. ലക്നൌ, ഉത്തർപ്രദേശിലെ സാൻസി ജില്ലയിലുള്ള മഹാറാണി ലക്ഷ്മിബായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 10 നവജാത ശിശുക്കൾ മരിച്ചു. 16 കുഞ്ഞുങ്ങളുടെ നില ഗുരുതരമാണ്. വെള്ളിയാഴ്ച രാത്രി 10:45 നവജാത ശിശുക്കളുടെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് തീപിടുത്തമുണ്ടായതെന്ന് ജില്ലാ മജിസ്ട്രേറ്റ് അവിനാഷ് കുമാർ അറിയിച്ചു. ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നാണ് തീപിടുത്തമുണ്ടായതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. തീപിടുത്തമുണ്ടായ സമയം തീവ്രപരിചരണ വിഭാഗത്തിൽ 50ഓളം നവജാത ശിശുക്കളാണ് ഉണ്ടായിരുന്നതെന്ന് അധികൃതർ അറിയിച്ചു. പരിക്കേറ്റ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ചികിത്സ ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകി. സംഭവത്തെക്കുറിച്ച് 12 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ സാൻസി ഡിവിഷണൽ കമ്മീഷണർ, മേഖലാ ഡെപ്യൂട്ടി ഐജി എന്നിവർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. മോദിയിൽ നിന്ന് അകന്ന് അജിത്, വിഷയങ്ങളിൽ ഭിന്നിച്ച് NDA. മുംബൈ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടത്തിയ വൻ റാലിയിൽ നിന്ന് ഉപമുഖ്യമന്ത്രി അജിത് പവാർ ഉൾപ്പെടെയുള്ള NCP നേതാക്കൾ വിട്ടുനിന്നതോടെ NDA സഖ്യത്തിലെ ഭിന്നത മറനീക്കി പുറത്തുവന്നു. NCP സ്ഥാനാർത്ഥികളായ നവാബ് മാലിക്, സീഷാൻ സിദ്ദിഖി, സന മാലിക് എന്നിവരും റാലിയിൽ പങ്കെടുത്തിരുന്നില്ല. ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെടുമെന്ന ഭയം മൂലം നരേന്ദ്രമോദി, അമിത്ഷാ എന്നിവർ ബാരാമതിയിലേക്ക് വരേണ്ടതില്ലെന്ന് അജിത് പവാർ നേരത്തെ തന്നെ നിലപാടെടുത്തിരുന്നു. പ്രചാരണ ബോർഡുകളിൽ നിന്ന് മോദിയെ ഒഴിവാക്കാനും പാർട്ടി ശ്രമിച്ചിട്ടുണ്ട്. BJPയുടെ പ്രചാരണ ബോർഡുകളിൽ അജിത് പവാറിനും സ്ഥാനം കൊടുത്തിട്ടില്ല. BJP നേതാക്കളിൽ നിന്ന് അകലം പാലിക്കാൻ കോൺഗ്രസ് വിട്ടെത്തിയ അശോക് ചവാൻ, പങ്കജ മുണ്ടെ എന്നിവരും ശ്രമിക്കുന്നുണ്ട്. വർഗീയ വിഭജനം ലക്ഷ്യമാക്കി മോദി, അമിത്ഷാ, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് എന്നിവർ നടത്തുന്ന പ്രചാരണത്തിലും മുന്നണിയിൽ അതൃപ്തിയുണ്ട്. ഹിന്ദുക്കൾ ഭിന്നിച്ചാൽ തകരും, വോട്ട് ജിഹാദിന് പകരം ധർമ്മയുദ്ധം, വഖഫിന്റെ പേരിൽ മുസ്ലിങ്ങൾ ഭൂമി പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു തുടങ്ങിയ വിഷയങ്ങൾ ആളിക്കത്തിക്കാൻ BJP ശ്രമിക്കുന്നതാണ് സഖ്യനേതാക്കളുടെ അകൽച്ചയ്ക്ക് കാരണം. അദാനിയെ തള്ളി വസതി വിടാതെ അജിത് പവാർ. 2019-ൽ BJP സഖ്യത്തിൽ സർക്കാർ രൂപീകരിക്കാൻ നടത്തിയ രഹസ്യ കൂടിക്കാഴ്ചയിൽ വ്യവസായി ഗൗതം അദാനി പങ്കെടുത്തില്ലെന്ന് അജിത് പവാർ. BJP അദാനി ബന്ധം പ്രതിപക്ഷം മൂർച്ചയേറിയ ആയുധമാക്കിയതോടെയാണ് അദ്ദേഹം മലക്കം മറിഞ്ഞത്. ഡൽഹിയിലെ അദാനിയുടെ വസതിയിലാണ് യോഗം നടന്നതെന്നും ആവർത്തിച്ചു. UDFന് പിന്നാലെ LDFും കേന്ദ്ര അവഗണനയ്ക്കെതിരെ വയനാട്ടിൽ ഹർത്താൽ പ്രഖ്യാപിച്ചു. വയനാടിനുള്ള കേന്ദ്ര സഹായം വൈകുന്നതിനെതിരെ LDFും സമരത്തിലേക്ക്. നവംബർ 19-ന് വയനാട്ടിൽ ഹർത്താൽ പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടലിൽ 450-ലേറെ പേർ മരിക്കുകയും കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തിട്ടും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്ത കേന്ദ്ര നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. നവംബർ 19-ന് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. വെറുതെയായി പ്രധാനമന്ത്രിയുടെ വാക്കും. ഉരുൾപൊട്ടലിൽ നട്ടെല്ല് തകർന്ന അനിലിന് സഹായം വാഗ്ദാനം ചെയ്തത് പ്രധാനമന്ത്രി നേരിട്ട്. വയനാട് വേണ്ട സഹായങ്ങളെല്ലാം ഉണ്ടാകുമെന്നു കൈകളിൽ കൈചേർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാക്കു നൽകിയപ്പോൾ അനിൽകുമാർ ഏറെ പ്രതീക്ഷിച്ചു. എന്നാൽ അത് പാഴ്വാക്കായി. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ നട്ടെല്ല് തകർന്നു കിടപ്പിലായ അനിൽകുമാറിനെ ആശുപത്രിയിൽ നേരിട്ടെത്തിയാണ് പ്രധാനമന്ത്രി കണ്ടത്. കോക്കുഴിയിലെ വാടക വീട്ടിൽ തുടർ ചികിത്സയിലാണ് ഈ ചെറുപ്പക്കാരൻ ഇപ്പോൾ. അമ്മ ലീലാവതിയെയും 2.5 വയസ്സുള്ള മകൻ ശ്രീനിഹാലിനെയും ഉരുൾ കവർന്നു. ഒപ്പം പുതിയ വീടും സമ്പാദ്യവുമെല്ലാം നഷ്ടമായി. ഭാര്യ ജാൻവി ഇപ്പോഴും മകന്റെ മരണത്തോട് മാനസികമായി പൊരുത്തപ്പെട്ടിട്ടില്ല. അന്ന് 10 മിനിറ്റോളം പ്രധാനമന്ത്രി അനിൽകുമാറുമായി സംസാരിച്ചു. ദുരന്തത്തിന്റെ വ്യാപ്തിയും തീവ്രതയും സ്വന്തം നഷ്ടങ്ങളുമെല്ലാം അനിൽകുമാർ ഹിന്ദിയിൽ തന്നെ അദ്ദേഹത്തോട് വിവരിച്ചു. ഇപ്പോൾ തുടർ ചികിത്സയും വീട്ടുചെലവുകളും പ്രയാസത്തിലാണ്. ഡിസ്ചാർജ് ചെയ്യുന്നതുവരെയുള്ള ചികിത്സ സൗജന്യമായിരുന്നെങ്കിലും ഇപ്പോൾ ചികിത്സാ സഹായമൊന്നും ലഭിക്കുന്നില്ല. വീട്ടുവാടക സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ട്. പ്രതിദിന സഹായമായ 300 രൂപ മുടങ്ങി. പ്രധാനമന്ത്രി സഹായിക്കുമെന്ന പ്രതീക്ഷയും അസ്ഥാനത്തായി, അനിൽകുമാർ പറഞ്ഞു. ക്രൊയേഷ്യയിൽ ജോലി ചെയ്യുകയായിരുന്ന അനിൽ ദുരന്തത്തിന് 1 മാസം മുൻപാണ് മുണ്ടക്കൈയിലെ വീട്ടിലെത്തിയത്. അച്ഛൻ ദേവരാജനും പരുക്കുകളുടെ അസ്വസ്ഥതകളിലാണ് ജീവിതം തള്ളിനീക്കുന്നത്. 500-ൽ 297 പരീക്ഷ പാസായി ഇന്ദ്രൻസ്. അഭിനന്ദിച്ച് മന്ത്രി ശിവൻകുട്ടി. തിരുവനന്തപുരം 7ാം ക്ലാസ് തുല്യതാ പരീക്ഷ പാസായി നടന് ഇന്ദ്രൻസ്. നടനെ അഭിനന്ദിച്ചു വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ഫേസ്ബുക്കിൽ ചിത്രവും കുറിപ്പും പങ്കുവച്ചു. അട്ടക്കുളങ്ങര സെൻട്രൽ സ്കൂളിൽ തുല്യതാപരീക്ഷ എഴുതിയ ചലച്ചിത്രതാരം ഇന്ദ്രൻസ് വിജയിച്ചു. ഇന്ദ്രൻസിനുമൊപ്പം വിജയിച്ച 1483 പേർക്കും അഭിനന്ദനങ്ങൾ, ശിവൻകുട്ടി പറഞ്ഞു. ഫലമറിയുമ്പോൾ വയനാട്ടിലെ ഷൂട്ടിംഗ് തിരക്കിലായിരുന്നു താരം. 10ാം ക്ലാസ് പരീക്ഷ ഇതുപോലെ എളുപ്പമല്ല, വലിയ പാടാണെന്ന് ഇന്ദ്രൻസ് പ്രതികരിച്ചു. 500-ൽ 297 മാർക്ക് നേടിയാണ് ഇന്ദ്രൻസിന്റെ വിജയം. 68-ാം വയസ്സിലാണ് ഇന്ദ്രൻസ് 7ാം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതിയത്. കുട്ടിക്കാലത്ത് കുടുംബ പ്രാരാബ്ദങ്ങൾ മൂലം 4ാം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിച്ച ഇന്ദ്രൻസ് പിന്നീട് തയ്യല് കടയിൽ ജോലി തുടങ്ങുകയായിരുന്നു. തുടർന്ന് സിനിമയിലെത്തി മികച്ച അഭിനേതാവെന്ന പേരെടുക്കുമ്പോഴും പാതിവഴിയിലെ മുടങ്ങിയ പഠനവഴിയിലേക്കു വീണ്ടും മടക്കയാത്രയെന്ന മോഹം മനസ്സിലുണ്ടായിരുന്നു. ഇതോടെയാണ് തുല്യതാ പരീക്ഷയെന്ന കടമ്പ ചാടിക്കടക്കാന് തീരുമാനിച്ചതെന്ന് ഇന്ദ്രൻസ് പറഞ്ഞു. പുതുപ്പാടിയിലെ ലഹരിവേട്ട, യുവാക്കൾ പിടിയിൽ. മാരക ലഹരിമരുന്നായ MDMAയും
ഗഞ്ചാവുമായി 2 പേർ പുതുപ്പാടിയിൽ പിടിയിൽ. വെസ്റ്റ് പുതുപ്പാടി പുല്ലോറക്കുന്ന പൊന്നു എന്ന മുഹമ്മദ് ഹാഷിർ, 23, കേതപ്പൊയിലെ ജാക്കി എന്ന മുഹമ്മദ് ദിൽഷാദ്, 19 എന്നിവരെയാണ് ഇന്ന് വൈകിട്ട് 5 മണിയോടെ പുതുപ്പാടിയിലുള്ള ഹാഷിറിന്റെ വീട്ടിൽ നിന്നും പിടികൂടിയത്. വയനാട് കോഴിക്കോട് റൂറൽ എസ്.പിക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരുന്നു വീട്ടിൽ പരിശോധന നടത്തിയത്. വിൽപ്പനക്കായി പാക്കിങ്ങിനുള്ള നിരവധി പ്ലാസ്റ്റിക് കവറുകളും ഇലക്ട്രോണിക് ത്രാസും ഇവരിൽ നിന്നും കണ്ടെടുത്തു. കോഴിക്കോട്, വയനാട് ജില്ലകളിലെ പ്രധാനപ്പെട്ട മയക്കുമരുന്ന് വിൽപ്പനക്കാരാണ് 2 പേരും. ജില്ലയിലെ എം.ഡി.എം എമത്ത് വിതരണക്കാരിൽ നിന്നാണ് ഇവർ മയക്കുമരുന്ന് എത്തിക്കുന്നത്. കൂടത്തായ സെന്റ് ജോസഫ്സ് എൽ.പി. സ്കൂളിൽ സ്കൂൾതല കായികമേള സംഘടിപ്പിച്ചു. പ്ലാറ്റിനം ജൂബിലിയുടെ നിറവിലെത്തി നിൽക്കുന്ന കൂടത്തായ ഈരൂട് സെന്റ് ജോസഫ്സ് എൽ.പി. സ്കൂളിൽ ആവേശകരമായ കായികമേള സംഘടിപ്പിച്ചു. പ്രധാനാധ്യാപിക ഡെയ്സിലി മാത്യു ഉദ്ഘാടനം ചെയ്ത മേളയിൽ വിവിധ മത്സരങ്ങളിൽ വാശിയേറിയ പ്രകടനം കുട്ടികൾ കാഴ്ചവെച്ചു. കുട്ടികളുടെ ശാരീരിക ക്ഷമതയും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കാൻ ഈ കായികമേള ഏറെ സഹായകമായി. അധ്യാപകരും രക്ഷിതാക്കളും നേതൃത്വം നൽകിയ മേളയിൽ വിവിധ മത്സരങ്ങളിലെ വിജയികളെ മെഡലുകൾ അണിയിച്ച് അനുമോദിച്ചു. ഹരിത കർമ്മ സേനയുടെ യൂസർ ഫീ ഉയർത്താനുള്ള തീരുമാനം സർക്കാർ പിൻവലിക്കണം. ആം ആദ്മി പാർട്ടി. കോടഞ്ചേരി സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും ജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് ഹരിത കർമ്മ സേനയുടെ യൂസർ ഫീ ഉയർത്താനുള്ള തീരുമാനം സർക്കാർ പിൻവലിക്കണമെന്ന് ആം ആദ്മി പാർട്ടി കോടഞ്ചേരി പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. വൈദ്യുതി നിരക്ക് വർധനവും വലിയ രീതിയിലുള്ള വിലക്കയറ്റവും കാരണം പൊതുജനം വലിയ സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കുമ്പോൾ വിവിധ മേഖലകളിലൂടെ സർക്കാർ നിരക്ക് വർദ്ധിപ്പിക്കുന്നത് പൊതുജനങ്ങളെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിടുന്നതിന് തുല്യമാണ്. യൂസർ ഫീ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിലൂടെ സാധാരണക്കാരായ ജനങ്ങൾക്കും കൂടുതൽ പ്രഹരം നൽകുകയാണ് സർക്കാർ. ഡിസംബർ മുതൽ വൈദ്യുതി നിരക്കിലും മാറ്റം വരുമെന്ന് അറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞു. എല്ലാ മേഖലകളിലും സർക്കാർ നിരക്ക് വർദ്ധിപ്പിച്ചു മുന്നോട്ടു പോകുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല. ഈ തീരുമാനം പിൻവലിക്കണമെന്ന് കോടഞ്ചേരി ആം ആദ്മി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അബ്രഹാം വാമറ്റും സെക്രട്ടറി ഏലിയാസ് പാടത്തുകാട്ടിൽ എന്നിവർ അഭിപ്രായപ്പെട്ടു. ജനജീവിതം ദുസ്സഹമാക്കുന്ന ഇത്തരം തീരുമാനങ്ങളുമായി മുന്നോട്ടു പോയാൽ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തു. സംസ്ഥാന സബ് ജൂനിയർ സോഫ്റ്റ് ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പ് കോടഞ്ചേരിയിൽ 2 ദിവസം നീണ്ടുനിൽക്കുന്ന സംസ്ഥാന സബ് ജൂനിയർ സോഫ്റ്റ് ബേസ്ബോൾ ബോയ്സ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് കോടഞ്ചേരി സെന്റ് ജോസഫ് സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. നിലവിൽ പത്തനംതിട്ട ചാമ്പ്യന്മാരും തൊട്ടുപിന്നിലായി പാലക്കാട്, കൊല്ലം, മലപ്പുറം ജില്ലകളും നിലകൊള്ളുന്നു. 14 ജില്ലകളിൽ നിന്നുമായി 280 പേർ പങ്കെടുക്കുന്ന ചാമ്പ്യൻഷിപ്പ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഗിരീഷ് ജോൺ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് കെ.എം. ജോസഫ്, സെക്രട്ടറി പി.എം. എഡ്വേർഡ്, ട്രഷറർ ഷിജോസ് കറിയ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോച്ച് കെ. ഹംസ, ജില്ലാ സെക്രട്ടറി വിപിൻ സോജൻ എന്നിവർ സംസാരിക്കും. വീടും സ്ഥലവും വിൽപ്പനയ്ക്ക്. കോടഞ്ചേരി പഞ്ചായത്തിൽ നാരങ്ങാത്തോട് പൂരോട്ടുപാറ മെയിൻ റോഡ് സൈഡിൽ 10 സെന്റ് സ്ഥലവും 600 സ്ക്വയർ ഫീറ്റ് വീടും വിൽപ്പനയ്ക്ക്. നാരങ്ങാത്തോട് വെള്ളച്ചാട്ടത്തിനടുത്ത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9452255870 9562900382. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.